എന്താ ഇത്ര വലിയ ആലോചന? ഹേയ്, ഒന്നുമില്ല. എന്തോ ഉണ്ട്. സത്യം പറഞ്ഞാ എനിക്ക് തന്നെ അറിയില്ല ഞാനെന്താ ആലോചിക്കണേന്ന്. അത് കൊള്ളാലോ. അവനവൻ എന്താ ആലോചിച്ചു കൂട്ടുന്നേന്ന് അവനവന് തന്നെ അറിയില്ലെന്നോ? പിന്നെ ആർക്കാ അറിയാവുന്നേ? അതല്ലടി, ഒരു ടെൻഷൻ. നമുക്കെതിരെ എവിടെയോ എന്തൊക്കെയോ നടക്കുന്നൊരു തോന്നല്. നമുക്കെതിരെ എപ്പോഴും നമ്മുടെ ശത്രുക്കൾ ഓരോന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അത് നമുക്കറിയില്ലേ? ഇതങ്ങനെയല്ല, ഒരാപത്ശങ്ക. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും കാണാനില്ല, എന്നാലും അടിത്തട്ടിൽ എവിടെയോ ഒരു ശത്രുഭീതി. എന്താ അങ്ങനെ? ശീലം കൊണ്ടായിരിക്കും. മുംബൈയിൽ അധോലോക പ്രവർത്തനങ്ങളുമായി ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴും നല്ല ജാഗ്രതയായിരുന്നു. ശത്രുഭയം, പോലീസ് ഭയം, ഏറ്റെടുത്ത ജോലി തീർക്കാനുള്ള സമയപരിധി, ഇതെല്ലാം കൂടി ഒരു ടൈം ബോംബ് ചാർജ് ചെയ്ത് വെച്ച പോലെയാ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപകടമുണ്ടെങ്കിൽ അപ്പോഴേ തലച്ചോറിനൊരു അപായ മുന്നറിയിപ്പ് കിട്ടും. അതെങ്ങനെ കിട്ടുന്നു ചോദിച്ചാൽ അറിയില്ല. എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. അത് കറക്റ്റായിരിക്കും. അതൊക്കെ പണ്ടല്ലേ, ഇപ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ. ആ ജീവിതം അല്ലല്ലോ ഇപ്പോ. ബന്ദിപ്പൂര് പോകുന്നതിന് മുൻപ് എനിക്ക് അങ്ങനെ ഒരു അപായ സൂചന കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിൽപത്രം പോലും എഴുതി വെച്ചിട്ട് പോയേ. ഇപ്പോ അതേപോലെ തന്നെയാണോ തോന്നുന്നേ? എന്താ അങ്ങനെ തോന്നാൻ? എന്താ കാരണമെന്നറിയില്ല. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നൊരു സിഗ്നൽ. സാരില്ല, നമ്മൾ കരുതലോടെ ഇരുന്നാ മതി. നമുക്ക് പറ, നമുക്ക് നമുക്കിവിടുന്ന് താമസം മാറ്റി മറ്റെവിടേക്കെങ്കിലും പോയാലോ? വരട്ടെ, നമുക്ക് നോക്കാം. എനിക്ക് പേടിയാവുന്നു. സാരില്ലെന്ന് ചിലപ്പോ വെറുതെ തോന്നുന്നതായിരിക്കും. ചുറ്റും ഭീഷണിയുണ്ടല്ലോ. സാരില്ലടി, വന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. ഹലോ. മനസ്സിലായി. MLA അനുജന് പ്രത്യേക പ്രിവിലേജ് കൊടുക്കാൻ ഭരണഘടന പറയുന്നില്ലല്ലോ. കോടതിയിൽ ഹാജരാക്കും. സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. സർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ. വെൽക്കം സർ. പ്ലീസ് ബി സീറ്റഡ്. ചന്ദ്രഹാസൻ, ഇരിക്കൂ. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. പകുതി ഒഫീഷ്യൽ, പകുതി അൺഒഫീഷ്യൽ. ഒഫീഷ്യലായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കും സർ. എന്ന് വെച്ചാൽ അൺഒഫീഷ്യലായ ചോദ്യങ്ങൾക്ക് അത് പ്രതീക്ഷിക്കേണ്ടെന്നർത്ഥം. അങ്ങനെയൊന്നും ഇല്ല സർ. ശരി, നമുക്ക് ഒഫീഷ്യലായ കാര്യങ്ങളിലേക്ക് വരാം. എൻ്റെ സർക്കിളിൻ്റെ കീഴിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്. ഒരു യതീന്ദ്രൻ. യതി എന്ന് വിളിക്കും. ഒരു കൊട്ടേഷൻ പാർട്ടിയാ. പോലീസിന്റെ സ്ഥിരം തലവേദനയുമായിരുന്നു. എങ്കിലും കാണാനില്ലെന്ന് പരാതി കിട്ടിയാൽ പോലീസിനെ അന്വേഷിക്കാതെ വയ്യല്ലോ. അത് ശരിയാണ് സർ. അന്വേഷണത്തിൽ മനസ്സിലായത് പ്രമാദമായ നരേന്ദ്രൻ തമ്പി കേസുമായി യതി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ്. നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ടെന്നായിരുന്നല്ലോ ആദ്യ നിഗമനം. പക്ഷെ അയാൾ തിരിച്ചു വന്നു. യതി ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. അതാണിപ്പോൾ പോലീസിനെ കുഴക്കുന്ന മിസ്റ്ററി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. യതി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല. എന്തായാലും അയാളുടെ മിസ്സിങ്ങുമായി നരേന്ദ്രൻ തമ്പിക്ക്
ഏതോ തരത്തിൽ ബന്ധമുണ്ടാവാം, ഇല്ലേ? അങ്ങനെ വിചാരിക്കാൻ ന്യായമുണ്ട് സാർ. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ യതിയെ അവസാനമായി കണ്ടത് നരേന്ദ്രൻ തമ്പിയാണ്. അയാളെ ചോദ്യം ചെയ്താലേ യതിയെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കൂ. നമുക്ക് നരേന്ദ്രൻ തമ്പിയിൽ നിന്ന് വേണം തുടങ്ങാൻ. ശരി സാർ. എനിക്ക് അയാളെ ഒന്ന് ചോദ്യം ചെയ്യണം. അതിന് 2 ജില്ലകളിലെ SP-മാരുടെ സാങ്ഷൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെന്താ സാർ പ്രശ്നം? ഈ സ്റ്റേഷൻ പരിധിയിലാണല്ലോ നരേന്ദ്രൻ തമ്പിയുടെ വീട്. അതുകൊണ്ട് എനിക്ക് മിസ്റ്റർ ചന്ദ്രഹാസന്റെ എല്ലാ സഹായവും വേണം. നരേന്ദ്രൻ തമ്പിയുടെ വീട് കാണിച്ചു തരാൻ ഞാൻ ഒരു കോൺസ്റ്റബിളിനെ അയക്കാം സാർ. എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ സഹകരണമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് അല്ലേ? അങ്ങനെയൊന്നും അർത്ഥമില്ല സാർ. ആട്ടെ, ഈ നരേന്ദ്രൻ തമ്പി ആളെങ്ങനെയാ? മുമ്പ് മുംബൈ അധോലോക ഗുണ്ടയായിരുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. കേട്ടുകേൾവികൾ നമുക്ക് തെളിവായി എടുക്കാൻ പറ്റില്ലല്ലോ സാർ. എല്ലാം സാറിന് നേരിട്ട് ചോദിച്ചും കണ്ടും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. വീട് കാണിച്ചു തരാൻ ഞാൻ ഒരു കോൺസ്റ്റബിളിനെ അയക്കാം സാർ. ഒഫീഷ്യലായ സഹകരണം മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് താൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ശരി, ഇതാണ് സാർ നരേന്ദ്രൻ തമ്പിയുടെ വീട്. സാറേ, എന്താ സാറേ? കണ്ണൂർ പോലീസാ. തൻ്റെ മുതലാളിയുണ്ട് ഇവിടെ? ഉണ്ട് സാർ. നരേന്ദ്രൻ തമ്പി ഇല്ലേ ഇവിടെ? അവിടെ നിൽക്ക. വിളിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ നിന്റെ പേര്? ഇവിടെ ആരൊക്കെ ഉണ്ട്? ചോദിച്ചത് കേട്ടില്ലേ? സാർ, അവൾക്ക് നമ്മളെ പോലെ സംസാരിക്കാൻ പറ്റില്ല സാർ. എന്റെ മോള് സംസാര ഭാഷയില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ണൂർ സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ വില്യംസ്. സാർ കണ്ണൂർ നിന്ന് വരികയാണോ? അതെ. അങ്ങോട്ടിരിക്കണം സാർ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാൻ, വൈഫ്, മോള്, വൈഫിൻ്റെ മുത്തശ്ശി, എൻ്റെ പെങ്ങള്, അവരുടെ കുടുംബം, പിന്നെ ചില ബന്ധുക്കൾ. സാർ ഇരുന്നാട്ടെ. ഞങ്ങൾക്ക് അവിടെ ഒരു കംപ്ലൈന്റ് കിട്ടി. യതീന്ദ്രൻ എന്നൊരാളെ കാണാനില്ലെന്ന്. അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു വിവരം കിട്ടി. നിങ്ങൾക്കെതിരെ ഒരു വധശ്രമം നടന്നുവെന്നും നിങ്ങളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തത് ഈ യതീന്ദ്രനായിരുന്നു എന്നും. അതെല്ലാം നടന്നിട്ടിപ്പോൾ 6 മാസത്തോളം കഴിഞ്ഞു സാർ. പക്ഷെ ഞങ്ങൾക്ക് ഈ അടുത്ത സമയത്താണ് യതീന്ദ്രൻ മിസ്സിംഗ് എന്ന പരാതി കിട്ടിയത്. പരാതി കിട്ടാതെ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. സാറ് ഇരിക്കണം. വധശ്രമം നടന്നു എന്നുള്ളത് സത്യമാണ് സാർ. എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരുന്നു സംഭവം? എല്ലാം വിശദമായിട്ട് പറയണം. പറയാം സാർ. മോളെ, ചിറ്റമ്മയോട് ചായ എടുക്കാൻ പറയാം. മാസം മുമ്പ് കാണാതായവനെ ഇവിടെയാണോ അന്വേഷിക്കുന്നേ? ആ പഞ്ചസാര ടിന്നിങ് എടുത്തോ മോളെ. ഇതും മകളാണോ? അല്ല സർ,
ഭാര്യയാണ്. ഞാനല്പം വൈകിയ വിവാഹം കഴിച്ചേ. എന്താ പേര്? അമല. അമ്മൂന്ന് വിളിക്കും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷം ആവുന്നതേ ഉള്ളൂ. ആദ്യം കണ്ട കുട്ടി മിസ്റ്റർ നരേന്ദ്രന്റെ മകളാണെന്ന് പറഞ്ഞത് ഇത് 2ാം വിവാഹമാണോ? അല്ല സാർ, അവളെന്റെ ദത്തുപുത്രിയാ. ഓഹോ, അതാണ്. യതീന്ദ്രൻ എന്ന വാടക കൊലയാളിയെ പറ്റി മിസ്സസ് നരേന്ദ്രൻ എന്തറിയാം? എനിക്കൊന്നും അറിയില്ല സർ. കണ്ടിട്ട് പോലുമില്ല. കേട്ടിട്ടുണ്ടല്ലോ. ഓവ്. എന്താണ് കേട്ടിട്ടുള്ളത്? ബന്ദിപ്പൂരിൽ വെച്ച് എന്റെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ ചിലരൊക്കെ ചേർന്ന് നിയോഗിച്ച കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു യതിയെന്നാണ് കേട്ടിട്ടുള്ളത്. അയാൾക്കൊടുവിൽ എന്ത് സംഭവിച്ചു? അതെനിക്കറിയില്ല. വായുവിൽ അലിഞ്ഞു പോയോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സാർ. മിസ്റ്റർ തമ്പി അവിടെ മിണ്ടാതിരിക്കണം. ഞാൻ നിങ്ങളുടെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പറയൂ, യതിക്കൊടുവിൽ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ അറിഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഊഹം എന്താണെന്ന് പറഞ്ഞാലും മതി. എന്റെ ഭർത്താവ് പറഞ്ഞതേ എനിക്കറിയൂ. ശരി, നിങ്ങളുടെ ഭർത്താവ് എന്താണ് പറഞ്ഞത്? യതി ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതിനിടയിൽ ബോധം കെട്ടുപോയ അദ്ദേഹം കണ്ണു തുറക്കുന്നത് 5 ദിവസത്തിന് ശേഷമാണ്. അപ്പോ യതി ഉണ്ടായിരുന്നോ കൂടെ? യതിയെ ഇദ്ദേഹം പിന്നീട് കണ്ടിട്ടേ ഇല്ലെന്നാ പറഞ്ഞത്. കൊള്ളാം, ഭാര്യയും ഇതേ കഥ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണല്ലേ? എനിക്ക് എന്റെ ഭർത്താവ് പറയുന്നത് വിശ്വാസമാണ് സർ. സാർ, ഞാനെല്ലാം പറഞ്ഞല്ലോ. കാസർഗോഡ് പാണത്തൂരിലെ സദാനന്ദ ഷെട്ടിയാണ് യതിയിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. തടവിൽ പാർപ്പിച്ചുകൊണ്ടാണെങ്കിലും അയാളാണ് എന്നെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയത്. യതിക്ക് എന്ത് സംഭവിച്ചു എന്ന് സദാനന്ദ ഷെട്ടിക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ പറഞ്ഞതെല്ലാം അപ്പാടെ വിശ്വസിച്ച് പോവുകയാണെന്ന് ധരിക്കണ്ട. ഞാൻ വളരെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഇതൊന്നും പോരാ. ഞാൻ വരും വീണ്ടും. കാണാം. നരേന്ദ്രൻ തമ്പി കൊലക്കേസ് അന്വേഷണത്തിന്റെ ചുമതല എനിക്കായിരുന്നു. ഞാൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് അടങ്ങിയ ഫയലാണിത്. സിറോക്സ് എടുത്തിട്ട് എനിക്കിത് തിരിച്ചു തരണം. താങ്ക് യു സർ. ഇരിക്കൂ. നരേന്ദ്രൻ തമ്പി തിരിച്ചു വന്നതോടെ എനിക്ക് ഉറപ്പായതാ യതിയാണ് കൊല്ലപ്പെട്ടതെന്ന്. പക്ഷേ യതിയുടെ കൊലപാതകം അന്വേഷിക്കേണ്ട ചുമതല ക്രൈംബ്രാഞ്ചിനില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ പോകാതിരുന്നത്. ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തല്ലോ. എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി സ്വസ്ഥമായിട്ട് മടങ്ങാം. സാർ, നരേന്ദ്രൻ തമ്പിയുടേതെന്ന് കരുതി കുഴിച്ചിട്ട ഡെഡ് ബോഡി യതിയുടേതായിരിക്കുമെന്ന് ഒരു സംശയമുണ്ട്. സാറിന് എന്ത് തോന്നുന്നു? അത് യതിയുടെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എങ്കിൽ ആ കൊലപാതകം നടത്തിയത് നരേന്ദ്രൻ തമ്പി ആയിരിക്കാനല്ലേ സാർ സാധ്യത? അതും ഒരു സാധ്യതയാണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ണടച്ച് ബാക്കി ഭാഗം മുഴുവൻ ഇരുട്ടാക്കരുത്. കേസിന്റെ നാനാവശങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. തമ്പിയാണെന്ന് കരുതി മറവ് ചെയ്ത ഡെഡ് ബോഡി മാന്തിയെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്തിയാൽ കേസിന്റെ പകുതി നൂലാമാലകൾ അഴിഞ്ഞു കിട്ടും. സാറിന്റെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കാമല്ലോ? ഓഫ് കോഴ്സ്. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൊല്ലപ്പെട്ടത് യതിയാണെങ്കിൽ നരേന്ദ്രൻ തമ്പി അല്ലാതെ മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി മർഡർ നടത്തിയതായി സാർ സംശയിക്കുന്നുണ്ടോ? കൽപ്പന കൊന്നതാകാം. നരേന്ദ്രന്റെ വലങ്കയായ ശിവജി ആകാം. അതുമല്ലെങ്കിൽ സദാനന്ദ ഷെട്ടിയോ മറ്റാരെങ്കിലും ആകാം. നരേന്ദ്രൻ തമ്പിയെ കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. അപകടകാരിയാണ്. പിന്നെ അയാളെ പിടിച്ചാലും ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊന്നതാണെന്ന് വാദിച്ച് അയാൾക്ക് രക്ഷപ്പെടാം. അയാളെ ബന്ധുക്കളെല്ലാം കൂടി കൊല്ലാൻ നടത്തിയ ഗൂഢാലോചന എല്ലാവർക്കും അറിയാം. സൂക്ഷിച്ചു നീങ്ങുക. ബുദ്ധിപരമായി അന്വേഷിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ.
നരേന്ദ്രൻ തമ്പിയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷമായിട്ട് വരും. അതിപ്പോ നിങ്ങളുടെ ആവശ്യമല്ലേ? എനിക്കിപ്പോ അയാളെ കൊണ്ട് ശല്യമൊന്നുമില്ല. അത് വെറും തെറ്റിദ്ധാരണയാ. നിങ്ങൾക്കാണ് ഏറ്റവും ശല്യം. എനിക്ക് അയാളെ കൊണ്ട് എന്താ ആവശ്യം? ഞാനൊരു രാഷ്ട്രീയക്കാരന്. വെറും ഒരു വോട്ട് മാത്രമാ എനിക്ക് നരേന്ദ്രൻ തമ്പി. എനിക്കെന്താ അയാളെ കൊണ്ട് ഉപദ്രവം? നിങ്ങളാണ് അയാളെ ഒളിവിൽ പാർപ്പിച്ചിരുന്നതെന്ന് അയാൾ ആണയിട്ട് പറയുന്നു. അതൊക്കെ എനിക്കും പറയാനറിയാം. ഈ കൽപ്പനയും തമ്പിയോടൊപ്പം ഉണ്ടായിരുന്നെന്നാണ് ഞങ്ങളുടെ അറിവ്. അതൊക്കെ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ സംശയങ്ങൾക്ക് ഞാൻ വേണ്ട മറുപടി നൽകിയിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് ആയിരിക്കില്ല യതിയുടെ കേസ് അന്വേഷിക്കുന്നത്. നിങ്ങൾ പറയുന്നത് അവർ വിശ്വസിക്കണമെന്നുമില്ല. കണ്ണൂര് പോലീസല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. കണ്ണൂരെ പോലീസ് അല്ല, പത്തനംതിട്ടയിലെ പോലീസും ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഈ യതി കൊല്ലപ്പെട്ടു എന്നുള്ളത് തീർച്ചയാണ്. നരേന്ദ്രൻ തമ്പി കൊന്നുവെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ കൽപ്പനയും അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാ കളിയും ജയിക്കാമെന്ന് സദാനന്ദ ഷെട്ടി വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നരേന്ദ്രൻ തമ്പിയെ കൊടുക്കാൻ ഞങ്ങൾ ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സഹായം കൂടി വേണ്ടിവരും. ധനസഹായം? അതിപ്പോ വേണ്ട. മറ്റു ചില സഹായങ്ങൾ. കൽപ്പന ഇപ്പൊ എവിടെയുണ്ട്? അതെനിക്കറിയില്ല. നോ, നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ വകവരുത്തി കാണും. അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവളുടെ കഥ കഴിക്കുന്നതാണ് ബുദ്ധി. കുറ്റമടിച്ചേൽപ്പിക്കാൻ തമ്പിയുണ്ടല്ലോ. യതിയുടെ കൊലക്കുറ്റം നമ്പർ 1, നമ്പർ 2 കൽപ്പന, നമ്പർ 3 നാഗരാജ്. എന്തു പറയുന്നു? കൈകോർത്ത് മുന്നോട്ട് പോണോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോണോ? ഞാൻ ആരോടും അങ്ങോട്ടേന്ന് ആവശ്യപ്പെടാറില്ല. എല്ലാരും എന്നോട് ആവശ്യപ്പെടാറ്. മറിച്ചത് ആദ്യ. ഫോറൻസിക് സർജൻ എത്തിയില്ലേ ഇതുവരെ? ഡോക്ടർ ട്രാഫിക് ജാമിൽ കുടുങ്ങിയതാ, ഉടനെ എത്തും. ഞാനിപ്പോൾ വിളിച്ചേ ഉള്ളൂ. സ്കെൽട്ടൻ കാണുമ്പോൾ നമുക്ക് നിർത്താം. അത് പുറത്തെടുക്കുന്ന ഡോക്ടർ വന്നിട്ട് മതി. ശരി സാർ. ഒരു 3 അടി താഴ്ന്നു കഴിയുമ്പം സാവധാനത്തിലേക്ക് കുഴിക്കാവൂ. അസ്ഥികൂടത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കരുത്. സാർ. എടോ, സാറിനൊരു കസേര കൊണ്ട് കൊടുക്കുക. യെസ് സാർ. അല്ല, എന്താ ഇവിടെ സംഭവം? മുമ്പ് ഇവിടെ മറവ് ചെയ്ത ശവം മാന്തുവാ പോലീസ്. ആരുടെ ശവം? ആർക്കറിയാം. ഇവിടെ അങ്ങനെ എത്രയോ പേരെ കുഴിച്ചിടുന്നു. നരേന്ദ്രൻ തമ്പി ശവാണെന്ന് പറഞ്ഞ ഒരുത്തരം ഇവിടെ കുഴിച്ചിട്ടത് കുറെ നാൾ മുമ്പ്. നരേന്ദ്രൻ തമ്പി തിരിച്ചു വന്നു. അപ്പൊ ഇതാരുടെയാ? അതറിയാൻ വേണ്ടിയാ. ആ കസേരയിലിരിക്കുന്ന ആരാ? കണ്ടിട്ട് ഏതോ വലിയ പാർട്ടിയാണെന്ന് തോന്നുന്നല്ലോ. IG ആയിരിക്കും. ചേട്ടാ, അത് RDOയാ. ചാനലുകാരാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മളെയൊക്കെ TV കാണിക്കും. കേരളക്കരയാകെ നടുക്കം കൊള്ളിച്ച നരേന്ദ്രൻ വധക്കേസിൽ പുതിയ തിരക്കഥയും പുതിയ വഴിത്തിരിവുകളും. നരേന്ദ്രൻ വധക്കേസിന്റെ ചുരുളഴിയുമ്പോൾ കാണുന്ന ചിത്രം ഭീകരമെന്ന് ഞങ്ങളുടെ വാർത്താലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ടത് നരേന്ദ്രൻ അല്ലെങ്കിൽ കുഴിച്ചിട്ടത് ആരുടെ ജഡം? നരേന്ദ്രനെ കൊല്ലാൻ നിയുക്തനായ യതീന്ദ്രൻ എന്ന യതിയുടേതെന്ന പോലീസിന്റെ സംശയം സത്യമാകുമോ? നരേന്ദ്രന്റേതെന്നു കരുതി മറവു ചെയ്യപ്പെട്ട ജഡം മാന്തിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മിസ്റ്റർ പ്രവീൺ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? പ്രമാദമായ നരേന്ദ്രൻ തമ്പി കൊലക്കേസിന്റെ പുതിയൊരു അധ്യായമാണ് നാം ഇവിടെ കാണുന്നത്. തികച്ചും നാടകീയമായ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ടയിലെ ഒരു വ്യവസായിയായ നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ടതായി കരുതുകയും തമ്പിയുടേതാണ് എന്ന് കരുതപ്പെടുന്ന മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ
പിന്നീട് നരേന്ദ്രൻ തമ്പി ജീവനോടെ തിരിച്ചെത്തിയതോടെ ഈ കേസിന് പുതിയൊരു മാനം കൈവന്നിരിക്കുന്നു. അപ്പോ അടക്കം ചെയ്തിരിക്കുന്ന മൃതദേഹം ആരുടേത് എന്നാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനും ശാസ്ത്രീയ പരിശോധനകൾക്കും മറ്റും വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനുവേണ്ടി ശവശരീരം കുഴിച്ചെടുക്കാനുള്ള പ്രക്രിയകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവീൺ, മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞോ? മൃതദേഹം എന്ന് പറയാൻ ഇപ്പോൾ അസ്ഥിപഞ്ജരം മാത്രമേ ഉള്ളൂ. കാരണം മൃതദേഹം മറവ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവശിഷ്ടങ്ങൾ മാന്തിയെടുത്ത് പോളിത്തീൻ ബാഗുകളിൽ ശേഖരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം ആരുടേതാണ് എന്നതിനെപ്പറ്റി എന്തെങ്കിലും തുമ്പ് പോലീസിൽ ലഭിച്ചിട്ടുണ്ടോ? എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന വിവരം? പോലീസ് ആളുകളെ സംഭവ സ്ഥലത്തേക്ക് അടുപ്പിക്കുന്നില്ല. പത്ര റിപ്പോർട്ടർമാരെ പോലും കടത്തിവിടുന്നില്ല. അതിനാൽ നമുക്ക് വിശദമായ വിവരങ്ങളോ ദൃശ്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. എങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം യതി എന്ന ആളിൻ്റേതാണെന്ന് പോലീസ് ബലമായി സംശയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഫോറൻസിക് DNA പരിശോധനകൾക്ക് ശേഷമേ അക്കാര്യം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. നന്ദി പ്രവീൺ. അല്ല, വാർത്ത ഞാൻ കണ്ടില്ല. ഓഫീസിലെ സുഗതന ഇപ്പൊ വിളിച്ചു പറഞ്ഞേ TV ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടെന്ന്.